ജിമ്മി ജെയിംസ്, ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് മന്ത്രി പറയുന്നു, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു. സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനൊരു മുഖമില്ലല്ലോ, എന്തുമാകാം. അങ്ങനെ പറയുന്നത് ഒരു പറഞ്ഞൊഴിയലാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ സിസ്റ്റമാണോ ഉത്തരവാദി? സിസ്റ്റം ഒരു രസകരമായ പേരാണ്, രസകരമായ ഒരു അനുഭവമാണ്, രസകരമായ ഒരു സംവിധാനമാണ്. സ്മൃതി പറഞ്ഞതുപോലെ മുഖമില്ല. ഒരു 15 വർഷം മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു മരം, വലിയൊരു മരം ഒരു വീടിനടുത്തേക്ക് വീഴുന്നു. ജസ്റ്റ് രക്ഷപ്പെടുകയാണ്. പക്ഷേ തൊട്ടടുത്ത് ഒരു മരം കൂടിയുണ്ട്. അടുത്ത് ഇതുപോലൊരു ജൂൺ ജൂലൈ മാസമാണ്. അടുത്ത മരം വീഴാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നാട്ടുകാർ സംഘടിക്കുന്നു, MLA അറിയുന്നു, മരം വെട്ടുകാരൻ വരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ അടുത്ത മരം നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണ്, വെട്ടാൻ പറ്റില്ല. വെട്ടണമെങ്കിൽ കൊട്ടേഷൻ വിളിക്കണം. കളക്ടർ അന്നത്തെ MLA കളക്ടറെ വിളിക്കുകയാണ്. അടിയന്തരമായി ഇടപെട്ടേ പറ്റൂ. 1-2 പ്രാവശ്യം കളക്ടർ ഒഴിഞ്ഞു മാറി. MLA മുൻചുണ്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കളക്ടറെ വിളിച്ചു വരുത്തുന്നു, കളക്ടർ എത്തുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? പെട്ടെന്ന് തന്നെ കൊട്ടേഷൻ വേണം. ഏറ്റവും കുറഞ്ഞ കൊട്ടേഷനുള്ള ആൾക്ക് മാത്രമേ ഈ മരം മുറിക്കാൻ പറ്റുള്ളൂ. ഈ മരം ഇങ്ങനെ നിൽക്കുകയാണ്, അടുത്ത മഴയ്ക്ക് വീഴും. പെട്ടെന്ന് തന്നെ കളക്ടറുടെയും MLAയുടെയും സ്ഥാനത്തിൽ 2 കള്ള കൊട്ടേഷനുകൾ ഉണ്ടാവുകയാണ് കൂടിയ വിലയ്ക്ക്. എന്നിട്ട് നമ്മുടെ മരം വെട്ടുകാരനെ കൊണ്ട് അതിൽ താഴ്ന്ന വിലയ്ക്ക് ഒരു കൊട്ടേഷൻ കൂടെ എഴുതി വാങ്ങിക്കുന്നു. എന്നിട്ട് മരം വെട്ടുന്നു. ഈ കള്ളത്തരത്തിന് തിരുവനന്തപുരം ജില്ലാ കളക്ടറും തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഒരു പ്രമുഖ മന്ത്രിയായ MLAയും, അന്ന് MLA ആണ്, സാക്ഷിയാണ്. ഇതാണ് സർക്കാർ സിസ്റ്റം. ഇങ്ങനെ സിസ്റ്റം വരും. എന്നിട്ട് ഈ മുറിച്ച മരം ഉണ്ടല്ലോ, പിന്നീട് 1 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ അതിന് വേറെ സിസ്റ്റമുണ്ട്. ഇതേ സിസ്റ്റം നമ്മുടെ ആരോഗ്യ മേഖലയിൽ രോഗികളുടെ പുറത്തും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണോ ഒരു മരം മുറിക്കുന്നത്, എങ്ങനെയാണോ ഒരു ഓഫീസിൽ ഒരു അലമാര വാങ്ങുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള രീതി. ബജറ്റ് വർഷം തുടങ്ങുന്നത് ഏപ്രിലാണെന്ന് അറിയാമല്ലോ. ജനുവരി ആകുമ്പോഴേക്കും മെഡിക്കൽ കോളേജിലെ കാര്യം മാത്രം പറയാം. മെഡിക്കൽ കോളേജിലെ HODമാർ കണക്കെഴുതി കൊടുക്കണം, എന്തൊക്കെ വേണം, എന്തൊക്കെ സാധനങ്ങളാണ്. അത് അവസാനം ഒരു അരിപ്പ കഴിഞ്ഞ് പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ട് അവസാനം മുകളിലേക്ക് പോകും. അവസാനം കുറച്ച് പണം അനുവദിക്കും, കുറച്ച് കാര്യങ്ങൾ വെട്ടിക്കളയും. അപ്പോൾ ഏപ്രിലിൽ വർഷം തുടങ്ങുകയാണ്. പക്ഷേ ഈ വർഷം തുടങ്ങിയാൽ അപ്പോൾ പണം കിട്ടണമെന്നില്ല. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ആവശ്യപ്പെട്ടത് അതിൻ്റെ പണം അലോക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ പോയി ചോദിക്കണം, വന്നോ. അദ്ദേഹം അങ്ങനെ തന്നെ പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിലല്ല, പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലാണ് പോകുന്നത്. അവസാനം ഡിസംബറിലായിരിക്കും ചിലപ്പോൾ ഇത് പൈസ വന്നിട്ടുണ്ടാവുക. അപ്പോഴേക്കും ചിലപ്പോൾ അന്ന് എഴുതി കൊടുത്ത തുകയേക്കാൾ കൂടിയ തുകയ്ക്കാണ് ഇയാൾ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് എങ്കിൽ ഇത് വാങ്ങിക്കാൻ പറ്റില്ല. മരം വെട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇതാണ് സിസ്റ്റം. ഈ സിസ്റ്റത്തിന് മുന്നിൽ തളർന്നു പോയൊരു മനുഷ്യൻ്റെ സങ്കടമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ കണ്ടത്. പെട്ടെന്ന് എല്ലാവരും ഞെട്ടുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മന്ത്രി ആദ്യം ചോദിക്കുന്നു, പിന്നെ പറയുന്നു സിസ്റ്റത്തിന് കുഴപ്പമാണെന്ന് പറയുന്നു. ഈ സിസ്റ്റം എത്രയോ കാലമായി കേരളത്തിലുണ്ട്. ഒരു ഉദാഹരണം പറയാം, ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നു. 2003-2004 ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക് വിഭാഗത്തിൽ ഈ പരിക്കുണ്ടാകുമ്പോൾ, എല്ല് പൊട്ടുമ്പോൾ കമ്പി ഇടുമല്ലോ, ഒരു കമ്പി പോലും വാങ്ങിച്ചിട്ടില്ല. പല തരത്തിൽ പല ഷേപ്പിലാണ് ഓരോ ഒടിവിനുള്ള കമ്പി. ഒരു കമ്പി പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വാങ്ങിച്ചിട്ടില്ല. ഇത് മുഴുവൻ രോഗികളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇനി കമ്പി മാത്രമല്ല, ഈ സർജറി സർജറി ചെയ്യുമ്പോൾ അതിന് കൂടെ വേണ്ട എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഈ സാധനങ്ങൾ ഇതേ കമ്പി വാങ്ങിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് വാടകയ്ക്ക് കിട്ടും. ഇത് ചില വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി ആണെങ്കിൽ അവർ തന്നെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഈ സർജറി നടത്തും. എന്നിട്ട് ഇത് തിരിച്ചു കൊടുക്കും, ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അവിടെ കടയിൽ വിൽക്കാൻ വെക്കും. ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പാണ്. ഗതികേട് കൊണ്ട് ചെയ്തു എന്ന് പറയരുത്, ഇത് എല്ലാവർക്കും അറിയാം. ഇത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെയോ ഇതിന് തൊട്ട് മുമ്പത്തെ ആരോഗ്യമന്ത്രിയുടെയോ അതിനു മുമ്പത്തെ ആരോഗ്യമന്ത്രിയുടെ മാത്രം കാലത്തെ കാര്യമല്ല. ഇങ്ങനെ ഒരു സിസ്റ്റം 10-15 വർഷമെങ്കിലുമായി കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല. ഞാൻ ഇന്ന് കുറച്ച് ഡോക്ടർമാരെ വിളിക്കുകയായിരുന്നു. ഓർത്തോപീഡിക്, ന്യൂറോളജി, യൂറോളജി, കാർഡിയോതൊറാസിക്, പ്ലാസ്റ്റിക് സർജറി, ഇവിടെയൊക്കെ അത്യാവശ്യം വേണ്ട ഉപകരണങ്ങൾ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പുറത്തുനിന്ന് രോഗി വാങ്ങിച്ചു കൊടുത്തിട്ട് തന്നെയാണ് നടക്കുന്നത്. കാരണം നിങ്ങൾക്ക് ബജറ്റിൽ ഇതൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ ചില സംവിധാനങ്ങൾ, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പോലെയുള്ള സാധനങ്ങളുണ്ട്, അതുണ്ടാവില്ല. ഇത് ഒരു ഡോക്ടർ പറയുമ്പോൾ മാത്രം ഞെട്ടുന്ന ആളുകളെ കണ്ടിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പോയ ഏതൊരു രോഗിക്കും, ഈ മെഡിക്കൽ ബീറ്റ് നോക്കുന്ന ഏതൊരു മാധ്യമ പ്രവർത്തകനും
അറിയാവുന്ന കാര്യമാണ്. ആ തിരുവനന്തപുരം മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് മെഡിക്കൽ കോളേജിലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്, എന്തുകൊണ്ട് ഈ ഡോക്ടർ മാത്രം ഇത് പറഞ്ഞു? ഇതിനു മുമ്പ് ഇവിടെ HOD-മാരില്ലായിരുന്നു? ഞാൻ നേരത്തെ വായിച്ച ഡിപ്പാർട്ട്മെൻറ്റുകളിലെങ്കിലും HOD-മാർ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അവർക്കാർക്കും എന്തായി സങ്കടം വരാത്തത്? അതിന് പിന്നിൽ ഒരു കഥ കൂടിയുണ്ട് കേട്ടോ. ഈ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഇന്ന സ്പെസിഫിക്കേഷനിലുള്ള ഇന്ന സാധനം വാങ്ങിക്കാൻ ചിലപ്പോൾ അതൊരു പ്രത്യേക കടയിലേക്ക് കിട്ടും. ആ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് കമ്മീഷൻ ഉണ്ടാവും. ഡോക്ടർമാർ കമ്മീഷൻ വാങ്ങിക്കുന്നത് അങ്ങനെയാണ്. ഇതവസാനം ആർക്കും നഷ്ടമില്ലാത്ത, രോഗി ഒഴിച്ച് ബാക്കി എല്ലാവരും പണം കിട്ടുന്ന ഒരു വലിയ വ്യവസായമായി കേരളത്തിൽ മാറി. അങ്ങനെയാണ് പുറത്തു നിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളടക്കം വാടകയ്ക്കും അല്ലാതെയുമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിർബാധം നടക്കുന്നത്. ഡോക്ടർക്ക് നഷ്ടമില്ല, ഡോക്ടർക്ക് പണം കിട്ടും, കമ്മീഷൻ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഈ ഡോക്ടർക്ക് അദ്ദേഹം പറഞ്ഞോളൂ, എനിക്ക് പണം വാങ്ങിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കഥ. ഇനി സർക്കാരിന് നോക്കൂ, സർക്കാരിന് ബഡ്ജറ്റിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ സർക്കാരിൻ്റെ ബഡ്ജറ്റ് പകുതി കൊടുത്താൽ മതി. നിങ്ങൾ ചുമ്മാ എടുത്തു നോക്കിയാൽ മതി, മെഡിക്കൽ കോളേജിൽ അലോട്ട് ചെയ്ത പണത്തിൻ്റെ എത്ര ശതമാനം ഓരോ വർഷവും ചെലവഴിച്ചിട്ടുണ്ട്. 60%, 70%. മന്ത്രി ശ്രീ തോമസ് ഐസക്കിൻ്റെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം നിർബന്ധം വെച്ചു, അലോട്ട് ചെയ്ത പണം നിങ്ങൾ ചെലവഴിച്ചേ പറ്റൂ. അന്ന് നടന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം അത് നടന്നിട്ടില്ല. ഇത് എല്ലാവർക്കും സൗകര്യമുള്ള, സർക്കാരിന് ഗുണമാണ്, പണം കൊടുക്കണ്ട, ഡോക്ടർമാർക്ക് ഗുണമുണ്ടാകും. ഇനി ഇതിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ അടിയും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ എനിക്കൊരു രോഗിയെ കിട്ടിയാലല്ലേ എനിക്ക് ഈ തുണ്ട് എഴുതി കൊടുത്തിട്ട് അവിടുന്ന് സാധനം വാങ്ങിച്ച് ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ അടിയുണ്ടാവാറുണ്ട്. ഈ HOD അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം നടന്ന് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് തേഞ്ഞു. അവസാനം ഒരു രക്ഷയില്ലാതായപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും നിന്ന് ഞെട്ടുകയാണ്. അപ്പോൾ സത്യത്തിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മന്ത്രിയുടെ പുറത്ത് മാത്രം കുതിര കയറിയാൽ പോരാ, ഇതൊരു വ്യവസായമാക്കി മാറ്റിയ കേരളത്തിലെ ഡോക്ടർമാരെ കൂടെ പിടിക്കണം. ഇത്രയും കാലം മിണ്ടാതിരുന്ന ഡോക്ടർമാർ, ഇത്രയും കാലം രോഗികളോട് തുണ്ട് കൊടുത്ത് പുറത്തുനിന്ന് ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്നെ എഴുതി കൊടുത്ത ഡോക്ടർമാരോട് ഇത്രയും കാലം നിങ്ങൾ എന്തേ മിണ്ടാതിരുന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ പറയണം, ഇന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് കളവാണ്, രോഗികൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. ഇനിയല്ല, ഇന്ന് ഡോക്ടർ പറഞ്ഞതാണ് ശരിയെങ്കിൽ, അദ്ദേഹം പറഞ്ഞതുപോലെ പുറത്തുനിന്ന് രോഗികൾ സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതിന് കൂട്ടുനിന്നവരാണ്. കുറ്റകരമായ മൗനമാണ്. ഒരു കാര്യം കൂടെ പറയാം. വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് നിരോധിച്ചിരുന്നു. ഒന്ന് അന്വേഷിച്ച് നോക്കാം, തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡുള്ള മെഡിക്കൽ കോളേജുകളിലെ എത്ര ഡോക്ടർമാർ ഇപ്പോൾ വീണ്ടും സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? എല്ലാം തിരിച്ചു വന്നിരിക്കുകയാണ്. കച്ചവടം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നതാണ് അടിസ്ഥാനം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ ഞെട്ടുന്ന സംഘടനാ പ്രതിനിധികൾ, മന്ത്രിമാർ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരോടും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ.